ബെസ്റ്റ് ഇൻഫോയുടെ PSC ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് 5ാം ക്ലാസ്സിലെ സാമൂഹ്യശാസ്ത്രം പാഠപുസ്തകത്തിലെ 2ാമത്തെ ചാപ്റ്ററായ ഭക്ഷണവും മനുഷ്യരും എന്നതാണ്. ഇതിൽ ആദ്യമായി ഡിസ്കസ് ചെയ്യുന്നത് ആദിമ മനുഷ്യരെക്കുറിച്ചാണ്. അതുകൊണ്ട് തന്നെ ആദിമ മനുഷ്യൻ്റെ ഭക്ഷണ സമ്പാദനത്തിൻ്റെ പ്രത്യേകതകൾ നോക്കാം. ആദിമ മനുഷ്യർ മൃഗങ്ങളെ വേട്ടയാടിയിരുന്നു, ഭക്ഷണം ശേഖരിച്ചിരുന്നു, മത്സ്യം ഭക്ഷിച്ചിരുന്നു, പ്രത്യേകതരം ആയുധങ്ങൾ ഉപയോഗിച്ചിരുന്നു. തീയെ നിയന്ത്രിച്ചുപയോഗിക്കാൻ പരിശീലിച്ചതോടെ ഭക്ഷണം വേവിച്ച് കഴിക്കാൻ തുടങ്ങി. അന്നേക്ക് ആവശ്യമായ ഭക്ഷണം മാത്രം നേടിയിരുന്ന ആദിമ മനുഷ്യർ പിൻകാലത്ത് ഭക്ഷണ സമ്പാദനത്തിനായി മറ്റു മാർഗങ്ങൾ കണ്ടെത്തി. നെക്സ്റ്റ്, ആദിമ മനുഷ്യരെ ഭക്ഷണ സമ്പാദനത്തിനായി മറ്റു മാർഗങ്ങൾ കണ്ടെത്താൻ പ്രേരിപ്പിച്ച സാഹചര്യങ്ങൾ: ഭക്ഷണത്തിൻ്റെ ലഭ്യതക്കുറവ്, ജനസംഖ്യാ വർധനവ്, പരിസ്ഥിതിയിൽ ഉണ്ടായ മാറ്റങ്ങൾ. ആദിമ മനുഷ്യരെ ഭക്ഷണ സമ്പാദനത്തിനായി മറ്റു മാർഗങ്ങൾ കണ്ടെത്താൻ പ്രേരിപ്പിച്ച സാഹചര്യങ്ങളാണ് ഭക്ഷണത്തിൻ്റെ ലഭ്യതക്കുറവ്, ജനസംഖ്യാ വർധനവ്, പരിസ്ഥിതിയിൽ ഉണ്ടായ മാറ്റങ്ങൾ. നെക്സ്റ്റ്, മനുഷ്യരോട് ആദ്യം ഇണങ്ങിയതും മനുഷ്യർ ആദ്യം ഇണക്കി വളർത്തിയതുമായ മൃഗം നായ. മനുഷ്യരോട് ആദ്യം ഇണങ്ങിയതും മനുഷ്യർ ആദ്യം ഇണക്കി വളർത്തിയതുമായ മൃഗം നായ. നെക്സ്റ്റ്, ഭക്ഷണാവശ്യത്തിനായി മനുഷ്യർ ആദ്യം ഇണക്കി വളർത്തിയ മൃഗങ്ങൾ ആട്, ചെമ്മരിയാട്. ഭക്ഷണാവശ്യത്തിനായി മനുഷ്യർ ആദ്യം ഇണക്കി വളർത്തിയ മൃഗങ്ങൾ ആട്, ചെമ്മരിയാട്. പാറയിൽ മരം മുറിച്ചുകൊണ്ട് അല്ലെങ്കിൽ കല്ലുകൾ കൂട്ടിമുട്ടിച്ചുകൊണ്ടാണ് ആദിമ മനുഷ്യർ തീയുണ്ടാക്കിയിരുന്നത്. പാറയിൽ മരം മുറിച്ചുകൊണ്ട് കല്ലുകൾ കൂട്ടിമുട്ടിച്ചുകൊണ്ടാണ് ആദിമ മനുഷ്യർ തീയുണ്ടാക്കിയിരുന്നത്. മനുഷ്യൻ ആദ്യം കൃഷി ചെയ്ത വിളകൾ ഗോതമ്പ്, ബാർലി, ചാമ, കിഴങ്ങു വർഗ്ഗങ്ങൾ. മനുഷ്യൻ ആദ്യം കൃഷി ചെയ്ത വിളകളാണ് ഗോതമ്പ്, ബാർലി, ചാമ, കിഴങ്ങു വർഗ്ഗങ്ങൾ. നെക്സ്റ്റ്, ഈർപ്പവും ചൂടുമുള്ള മണ്ണിൽ വിത്ത് മുളക്കുമെന്ന് മനസ്സിലാക്കിയതോടെയാണ് മനുഷ്യൻ കൃഷി ആരംഭിച്ചത്. ഈർപ്പവും ചൂടുമുള്ള മണ്ണിൽ വിത്ത് മുളക്കുമെന്ന് മനസ്സിലാക്കിയതോടെയാണ് മനുഷ്യർ കൃഷി ആരംഭിച്ചത്. നെക്സ്റ്റ്, മനുഷ്യൻ്റെ ആദ്യകാല കാർഷികോപകരണങ്ങൾ കമ്പ്, കല്ല്, കൊമ്പ്, എല്ല്. കമ്പ്, കല്ല്, കൊമ്പ്, എല്ല് എന്നിവയാണ് മനുഷ്യൻ്റെ ആദ്യകാല കാർഷികോപകരണങ്ങൾ. നെക്സ്റ്റ്, നദീതടങ്ങളിലാണ് മനുഷ്യൻ കൃഷി ചെയ്യാൻ ആരംഭിച്ചത്. നദീതടങ്ങളിലാണ് മനുഷ്യൻ കൃഷി ചെയ്യാൻ ആരംഭിച്ചത്. അടുത്ത പോയിന്റ്, കൃഷിക്ക് ആവശ്യമായ ജലവും വളക്കൂറുള്ള മണ്ണും ലഭ്യമായതിനാലാണ് മനുഷ്യൻ നദീതടങ്ങളിൽ കൃഷി ആരംഭിച്ചത്. അതിനാൽ മനുഷ്യർ കൃഷിയിടങ്ങൾക്ക് സമീപം സ്ഥിരതാമസം ആരംഭിച്ചു. കൃഷിയിടങ്ങൾക്ക് സമീപത്ത് മനുഷ്യൻ സ്ഥിരവാസമാക്കിയത് കൊണ്ടുള്ള നേട്ടങ്ങൾ: അവർക്ക് കൃഷിയിടങ്ങൾ സംരക്ഷിക്കാൻ സാധിച്ചു, ഭക്ഷണം തേടി അലഞ്ഞു തിരിയേണ്ടി വന്നില്ല, ഭക്ഷ്യവസ്തുക്കളുടെ ലഭ്യത വർദ്ധിച്ചു, കൂടുതൽ വിശ്രമ സമയം കിട്ടി. നെക്സ്റ്റ്, ദൈനംദിന ആവശ്യം കഴിഞ്ഞ് ബാക്കി ഭക്ഷണ വസ്തുക്കൾ സൂക്ഷിക്കാൻ ഉപയോഗിച്ചിരുന്ന വസ്തുക്കൾ: മൺപാത്രങ്ങൾ, മൃഗത്തോൽ കൊണ്ട് നിർമ്മിച്ച സഞ്ചികൾ, ഈറ കൊണ്ട് നിർമ്മിച്ച കുട്ടകൾ. മൺപാത്രങ്ങൾ, മൃഗത്തോൽ കൊണ്ട് നിർമ്മിച്ച സഞ്ചികൾ, ഈറ കൊണ്ട് നിർമ്മിച്ച കുട്ടകൾ എന്നിവ ദൈനംദിന ആവശ്യം കഴിഞ്ഞ് ബാക്കി വന്ന ഭക്ഷണ വസ്തുക്കൾ സൂക്ഷിക്കാൻ ആദ്യ മനുഷ്യർ ഉപയോഗിച്ചു. നെക്സ്റ്റ്, കളിമണ്ണ് കുഴച്ച് കൈകൾ കൊണ്ടാണ് മൺപാത്രങ്ങൾ നിർമ്മിച്ചിരുന്നത്. എന്നാൽ മൺപാത്രങ്ങൾ നിർമ്മിക്കാനുള്ള ചക്രം കണ്ടുപിടിച്ചതാണ് മനുഷ്യ ചരിത്രത്തിലെ പ്രധാന വഴിത്തിരിവ്. ഇഷ്ടിക കൊണ്ട് നിർമ്മിച്ച ധാന്യപ്പുര ഏതു നദീതട സംസ്കാരത്തിൻ്റെ പ്രത്യേകതയായിരുന്നു? സിന്ധു നദീതട സംസ്കാരം ഹാരപ്പൻ സംസ്കാരം. ഇഷ്ടിക കൊണ്ട് നിർമ്മിച്ച ധാന്യപ്പുര ഏതു നദീതട സംസ്കാരത്തിൻ്റെ പ്രത്യേകതയായിരുന്നു? സിന്ധു നദീതട സംസ്കാരം ഹാരപ്പൻ സംസ്കാരം. നെക്സ്റ്റ്, നഗരങ്ങളുടെ രൂപീകരണത്തിനെ സൂചിപ്പിക്കുന്ന ഫ്ലോ ചാർട്ടിൽ പറയുന്നത്: ആദ്യം സാധനങ്ങളുടെ കൈമാറ്റം, ദെൻ കച്ചവടം, ദെൻ ചന്തകൾ, ദെൻ കച്ചവട കേന്ദ്രങ്ങൾ, ലാസ്റ്റ് നഗരങ്ങൾ. സാധനങ്ങൾക്ക് പകരം സാധനങ്ങൾ പരസ്പരം കൈമാറ്റം ചെയ്തിരുന്ന രീതിയാണ് ബാർട്ടർ സമ്പ്രദായം. സാധനങ്ങൾക്ക് പകരം സാധനങ്ങൾ പരസ്പരം കൈമാറ്റം ചെയ്തിരുന്ന രീതിയാണ് ബാർട്ടർ സമ്പ്രദായം. ഇന്ത്യയുമായി വ്യാപാരബന്ധം ഉണ്ടായിരുന്ന വിദേശികൾ ആണ് റോമക്കാർ, ചൈനക്കാർ, അറബികൾ, പേർഷ്യക്കാർ, ജൂതർ. ഇന്ത്യയുമായി വ്യാപാരബന്ധം ഉണ്ടായിരുന്ന വിദേശികൾ റോമക്കാർ, ചൈനക്കാർ, അറബികൾ, പേർഷ്യക്കാർ, ജൂതർ. ഇന്ത്യയിൽ നിന്നും പ്രധാനമായും കയറ്റുമതി ചെയ്തിരുന്ന സുഗന്ധവ്യഞ്ജനങ്ങളാണ്
കുരുമുളക്, ഏലം, ഇഞ്ചി, ഗ്രാമ്പു, കറുവപ്പട്ട. കുരുമുളക്, ഏലം, ഇഞ്ചി, ഗ്രാമ്പു, കറുവപ്പട്ട ഇന്ത്യയിൽ നിന്നും പ്രധാനമായും കയറ്റുമതി ചെയ്തിരുന്ന സുഗന്ധവ്യഞ്ജനങ്ങളാണ്. കറുത്ത പൊന്ന് എന്നറിയപ്പെടുന്ന സുഗന്ധവ്യഞ്ജനമാണ് കുരുമുളക്. കറുത്ത പൊന്ന് എന്നറിയപ്പെടുന്ന സുഗന്ധവ്യഞ്ജനമാണ് കുരുമുളക്. ഉഷ്ണമേഖലയിൽ ആപ്പിൾ എന്നറിയപ്പെടുന്ന ഫലം പേരക്ക. ഉഷ്ണമേഖലയിൽ ആപ്പിൾ എന്നറിയപ്പെടുന്ന ഫലമാണ് പേരക്ക. താങ്ക് യു.